ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട ഒ തോമസ് അച്ഛൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിൽ ഇരിക്കുന്ന ഐക്കൺ ചാരിറ്റീസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിഭാശാലികളായ മിടുക്കന്മാരും മിടുക്കികളും ഉൾപ്പെടുന്ന അനുഗ്രഹീത കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ്. അനൽപമായ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടുമാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. സഭയുടെ ലോകമെമ്പാടും താമസിക്കുന്ന ഏതാണ്ട് 12,000-ൽ അധികം വരുന്ന സഭാസ്നേഹികളായ കുറെ സാധാരണ മനുഷ്യർ 2006-ൽ ആരംഭിച്ച വളരെ എളിയ ഒരു സംരംഭമാണ് ഐക്കൺ ചാരിറ്റീസ് എന്ന സംഘടന. അത് അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും കേരളത്തിലുമൊക്കെയായി ഗൾഫിലുമൊക്കെയായി അതിന്റെ പ്രവർത്തകർ വളരെ നിസ്തുലമായ എന്നാൽ നിശബ്ദമായ നിസ്വാർത്ഥമായ സേവനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2006-ൽ ഇടുക്കിയിലുള്ള 6 കുട്ടികൾക്ക് 23,000 രൂപ പഠന സഹായം കൊടുത്തുകൊണ്ട് ആരംഭിച്ച ഈ ഐക്കൺ ചാരിറ്റീസിന്റെ പ്രവർത്തനം ഇക്കൊല്ലം ആയപ്പോഴേക്ക് 2014-ൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പിന്റെ എമൗണ്ട് 45 ലക്ഷം രൂപയാണ്. കേരളത്തിൽ ഉള്ള വിവിധ മേഖലകളിലുള്ള നാനാജാതി മതസ്ഥരായ കുട്ടികൾക്ക് 415 കുട്ടികൾക്ക് ഈ വർഷം 45 ലക്ഷം രൂപയോളം ഐക്കൺ എക്സലൻസ് അവാർഡ് എന്ന പേരിൽ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. എനിക്ക് ആദ്യമായിട്ട് തലനയിക്കുവാനുള്ളത് ലോകമെമ്പാടും ആരും അറിയാതെ സഭയെ, സമൂഹത്തെ സേവിക്കുന്ന ഈ ഐക്കൺ ചാരിറ്റീസിന്റെ നിസ്വാർത്ഥകരായ പ്രവർത്തകരെയാണ്. അവരുടെ നിസ്തുലമായ സേവനത്തിന് മുമ്പിൽ എന്റെ ശിരസ് നമിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഐക്കൺ ചാരിറ്റീസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ശ്രീ എബ്രഹാം ചുരക്കൽ, അബുദാബിയിലെ ശ്രീ ജോർജ് എബ്രഹാം, ദോഹയിലുള്ള ശ്രീ ജോർജ് മാത്യു തുടങ്ങിയവർ, ഇവരെയൊക്കെ ദൈവനാമത്തിൽ നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് ഈ ഒരു വലിയ സംരംഭത്തിന് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഒരുപക്ഷെ സഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീമമായ ഒരു തുകയാണ് ഈ വർഷം സ്കോളർഷിപ്പായിട്ട് നൽകുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റൊരു സന്നദ്ധ സംഘടന പോലും ഇത്രയും വലിയൊരു എമൗണ്ട് ഒരു വർഷം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായിട്ട് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ വർഷം 35 ലക്ഷം രൂപ 318 കുട്ടികൾക്ക് കൊടുത്തു. ഈ വർഷം 415 കുട്ടികൾക്ക് 45 ലക്ഷം രൂപ ആണ് കൊടുക്കുന്നത്. ഈ സ്കോളർഷിപ്പിന് അർഹരായ എല്ലാ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്ന, ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതലേ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ധാരാളം പേർ വിളിച്ചു പറഞ്ഞ, അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ സ്കോളർഷിപ്പ് വാങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ പിൻബലത്തിൽ ഈ ഒരു അനുഗ്രഹീത നിമിഷത്തിലേക്ക് നാം വരികയാണ്. ഇന്നത്തെ ഈ യോഗത്തിന് രണ്ടാമതൊരു പ്രത്യേകതകളുണ്ട്. മലങ്കര സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗം ഓരോ വർഷവും ഓരോ പ്രോജക്റ്റ് സഭയുടെ പൊതുചിന്താ വിഷയമായി വെക്കാറുണ്ട്. പ്രത്യേകിച്ചും കുടുംബങ്ങളുടെ ശാക്തീകരണം ഉന്നമിട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം അവർ ഒന്നാകുന്നു എന്നുള്ള പദ്ധതിയിൽ വളരെ നിസ്തുലമായ, വളരെ അഭിനന്ദനാർഹമായ ഒത്തിരി കാര്യങ്ങൾ പലയിടങ്ങളിലും നടക്കുകയുണ്ടായി. അത് ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ദൃഢീകരിക്കുന്നതിനെ പറ്റിയായിരുന്നു പ്രധാനപ്പെട്ട ഊന്നൽ കൊടുത്തത്. ഈ വർഷം ചിന്തിക്കുന്ന വിഷയം നേർവഴി എന്നുള്ള ടൈറ്റിലാണ്. കുടുംബങ്ങളിൽ
ഇപ്പോഴത്തെ ആധുനിക മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന സ്വാധീനം, അത് ദുസ്വാധീനമുണ്ട്. വളരെയധികം അപകടങ്ങളിലേക്ക്, ചതിക്കുഴികളിലേക്ക് നമ്മുടെ ആളുകളെ കൊണ്ടെത്തിക്കുന്ന വളരെ അപകടകരമായ ഒരു സന്ധി മാധ്യമ ലോകം എത്തി നിൽക്കുക. അപ്പോൾ എങ്ങനെയാണ് മാധ്യമങ്ങളെ നമുക്ക് ഗുണപരമായി, സമൂഹത്തിന് ഗുണകരമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതിനെ പറ്റി ഉള്ള ബോധവൽക്കരണമാണ് ഈ നേർവഴി എന്നുള്ള ഈ പുതിയ പദ്ധതിയിലൂടെ ഈ വർഷം നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഐക്കൺ. കാരണം എന്ന് ചോദിച്ചാൽ, ഈ ഐക്കണിലുള്ള മെമ്പേഴ്സ് ഇവിടെ സ്റ്റേജിലെ ജനലിലുണ്ട്. അവരിപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തിന്റെ പല ഭാഗത്തുള്ളവരാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ കണ്ടിട്ടില്ല. ഇത്രയും ഭീമമായ എമൗണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി റേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പൊതുയോഗമാകട്ടെ, ഒരു കമ്മിറ്റി ആകട്ടെ, ഒരു ഭാരവാഹിയാകട്ടെ, ഒന്നുമില്ലാതെ അവർ ഇത്ര സുദൃഢമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അത് ഈ മീഡിയയിലൂടെയാണ്, സോഷ്യൽ മീഡിയയിലൂടെയാണ്. അത് വളരെ ഗുണപരമായി ഉപയോഗിച്ചൊരു ഗ്രൂപ്പാണ് ഐക്കൺ. ആ മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണമാണ് ഇന്ന് ഈ യോഗത്തോട് ചേർന്ന് ഇതിന്റെ ഉദ്ഘാടനവും നേർവഴിയുടെ ഉദ്ഘാടനവും വെച്ചിരിക്കുന്നത്. ഞാൻ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ ഈ യോഗം നമുക്ക് അനുഗ്രഹിച്ച് ഉദ്ഘാടനം ചെയ്ത് നമ്മളെ നയിക്കുന്നത് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ ബാബാ തിരുമേനി ഇന്നത്തെ വളരെ ഹെക്ടിക് ആയിരിക്കുന്ന ഷെഡ്യൂളിലും നമ്മോടൊപ്പം ഇവിടെ എത്തി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട്, അനുഗ്രഹവചസ് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുമേനി ഐക്കോണിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ അടുത്ത ഇടപെടുന്നുണ്ട്. അടുത്ത കാലമായിട്ട് കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ വെച്ച് തന്നെ ഐക്കൺ സ്കോളർഷിപ്പ് പരിശുദ്ധ ബാബാ തിരുമേനിയാണ് വിതരണം ചെയ്തത്. അതിനുശേഷം പാലക്കാട് പറളി ഗ്രാമത്തിൽ നാഷണൽ അത്ലറ്റിക് മീറ്റിൽ സ്വർണം നേടിയ സന്ധ്യ എന്ന കുട്ടിക്ക് ഐക്കൺ നിർമ്മിച്ചു വെച്ച കൊടുത്ത ഒരു വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുവാനായി തിരുവേനി ആ കുഗ്രാമം വരെ പോവുകയുണ്ടായി. അതൊരു വലിയ ഉത്സവമായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ ബാബാ തിരുവേനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ വളരെ ഉത്സാഹപൂർവ്വം നമ്മോടൊപ്പം നിൽക്കുന്നു, അനുഗ്രഹിക്കുന്നു, നയിക്കുന്നു. പരിശുദ്ധ ബാബാ തിരുവേനിയെ ഇന്നത്തെ ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസിഡന്റ് അഭിയോഗ്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് തിരുവേനിയാണ്. തിരുവേനി ചില അത്യാവശ്യ മീറ്റിംഗുമായിട്ട് പാമ്പാടി തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തും, യാത്രയിലാണ്. തിരുവേനിയുടെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന്റെ ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നു. അധ്യക്ഷ പദവിയിൽ അദ്ദേഹമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ജനറലും നമ്മുടെ സെമിനാരി പ്രൊഫസറുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ഒ തോമസ് അച്ഛനാണ്. തോമസ് അച്ഛനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അച്ഛൻ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അവർ ഒന്നാകുന്നു എന്നുള്ള പദ്ധതിയിൽ വളരെ ഉത്സാഹപൂർവ്വം പ്രവർത്തിച്ച ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അച്ഛന്റെ ചില കാര്യങ്ങളൊക്കെ കടമെടുത്തുകൊണ്ടാണ് പലപ്പോഴും ഈ കുടുംബത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടത്താറുള്ളത്. ബഹുമാനപ്പെട്ട അച്ഛനെ ഇന്നത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പലും ഇപ്പോൾ സോപാൻ അക്കാദമി ഡയറക്ടറുമായിരിക്കുന്ന എല്ലാവർക്കും ഗുരുവായ ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ ഈ ഐക്കണിന്റെ പ്രവർത്തനങ്ങളിൽ വളരെ സന്തോഷത്തോടെ അതിന്റെ ഒരു അഭ്യുദയകാംക്ഷിയായി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനാണ്. അച്ഛന്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടുക്കിയിൽ നിന്ന് ഗ്രേസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്ത ബഹുമാനപ്പെട്ട കെ ടി ജേക്കബ് അച്ഛൻ എത്തിയിട്ടുണ്ട്. അച്ഛൻ ഈ ഐക്കൺ പ്രസ്ഥാനവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശുഷ്കാന്തിയോടെ നടത്തുന്ന അച്ഛനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമേരിക്കയിൽ നിന്ന് ഈ ഐക്കോണിന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ രാജു വർഗീസ്, അദ്ദേഹം അമേരിക്കയിലെ ബിർലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ആയിരുന്നു. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നു. ഇപ്പോൾ രാജഗിരി കോളേജിൽ അദ്ദേഹം കൺസൾട്ടന്റ് ആയിട്ട് ഇപ്പോൾ ഒരു അവധിക്കായിട്ട് വന്നതാണ്. അദ്ദേഹം ഏതാണെങ്കിലും നമ്മുടെ ഈ
ഈ മീറ്റിംഗിൽ ഉണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ KC ചാക്കോ പാപ്പച്ചായി ഈ ഐക്യന്റെ ഒരു സീനിയർ അഭ്യുദയകാംക്ഷി മെമ്പറുമാണ്. വളരെ ബുദ്ധിമുട്ടി ഇത്രയും പ്രായത്തിലും ഇവിടെ വന്ന് ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. ശ്രീ KC ചാക്കോയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദോഹയിൽ നിന്ന് ശ്രീ ജോർജ് മാത്യു ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിന്റെ ഐക്കോണിന്റെ ഈ സോഷ്യൽ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച് പ്രവർത്തിക്കുന്നയാളാണ്. ശ്രീ ജോർജ് മാത്യുവിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭയുടെ PRO ബഹുമാനപ്പെട്ട PC ഏലിയാസ് സാറുണ്ട്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റ് എക്സിക്യൂട്ടീവ് ബോഡിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പർ ബഹുമാനപ്പെട്ട ഡോക്ടർ Y ജോയ്സ് സാർ ഇവിടെയുണ്ട്. ഇവരെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ സക്കറിയ മാണി റിട്ടയർഡ് ഇൻകം ടാക്സ് കമ്മീഷണറാണ്. അദ്ദേഹം നമ്മുടെ പീരിമേഡ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഡയറക്ടറായിട്ട് കുറച്ചുനാൾ സേവനം ചെയ്ത ശേഷം വിരമിച്ച് വിശ്രമം നയിക്കുന്നു. സാറിന്റെ വളരെ സന്മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് സക്കറിയ മാണി സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഐസക് പാമ്പാടി നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തന വേദിയായ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്ന് സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ ആശംസ കൊണ്ട് തന്നെ അനുഗ്രഹിക്കുന്നു. ഡോക്ടർ ഐസക് പാമ്പാടിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദേവലോകത്തിന്റെ മാനേജർ ബഹുമാനപ്പെട്ട MK കുര്യലച്ചൻ, അതുപോലെ കോട്ടയം സെൻട്രൽ ഭദ്രാസനത്തിലെ തോമസ് ജോർജ് അച്ഛൻ, ഇവരൊക്കെ ഈ സദസ്സിൽ കൊണ്ട് ഇവരെ പ്രത്യേകമായിട്ട് ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട ഒരു ദമ്പതിമാർ വന്നിട്ടുണ്ട്. ഡോക്ടർ സന്തോഷ് G തോമസ് ആൻഡ് ഗിഫ്റ്റി ഏണസ്റ്റീൻ ബെഞ്ചമിൻ. ഇവരെ എന്തിനാണ് ഈ വേദിയിലേക്ക് വരുത്തുന്നത് എന്നൊരു പക്ഷേ സംശയം തോന്നിയേക്കാം. കഴിഞ്ഞ വർഷം അവർ ഒന്നാകുന്നു എന്ന ഒരു പ്രോജക്റ്റ് സഭ നടപ്പാക്കിയപ്പോൾ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു വിവാഹങ്ങൾ ഏറ്റവും ലളിതമായും അനാർഭാടമായും നടത്തണം. ഇപ്പൊ പൊങ്ങച്ചവും കാണിച്ച് ഒത്തിരി ദൂരത്ത് പഠിച്ച് ആഡംബരപൂർവ്വം നടത്തുന്ന വിവാഹങ്ങൾ പലതും ഇപ്പോൾ കലാശിക്കുന്നത് ഡിവോഴ്സിലാണ് നമുക്കറിയാം. അതുകൊണ്ട് മാതൃകാ ദാമ്പത്യത്തിന് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അവരുടെ വിവാഹം തന്നെ ലളിതമായി നടത്തണം എന്നുള്ളത്. ഡോക്ടർ സന്തോഷും ഗിഫ്റ്റിയും വിവാഹിതരായിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അവരുടെ വിവാഹം വളരെ ലളിതമായിട്ട് നടത്തി. ഡോക്ടർ സന്തോഷും ഗിഫ്റ്റി നമ്മുടെ ISROയിലെ ഒരു സയന്റിസ്റ്റ് ആണ്. ഇത്ര ഉന്നതമായ വിദ്യാഭ്യാസം ഉള്ള ഈ ആളുകൾ അവരുടെ വിവാഹം വളരെ ലളിതമായി നടത്തുകയും വിവാഹം കഴിക്കാനായിട്ട് ഡോക്ടർ സന്തോഷ് പള്ളിയിലേക്ക് പോയത് നടന്നാണ്, കാറിലല്ല പോയത്. അത്രമാത്രം ലാളിത്യം ഇക്കാര്യങ്ങളിൽ കാണിച്ച് മാതൃക തന്നിട്ട് ആ വിവാഹത്തിൽ നിന്ന് അവർ ശേഖരിച്ചെടുത്ത തുക കൊണ്ട് 2 പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്തു. അതിനുശേഷം ആ വിവാഹം നടത്തിയതിനു ശേഷം പിന്നീട് പലരുടെ പിന്തുണത്തോടെ 4 കുട്ടികളും കൂടെ വിവാഹം, ആകെ 6 കുട്ടികളുടെ വിവാഹം ഇപ്പോൾ നടത്തുകയാണ്. അതുകൊണ്ട് ഈ ദമ്പതിമാരെ ഒന്ന് ആദരിക്കണം എന്ന് സഭയ്ക്ക് തോന്നിയതുകൊണ്ടാണ് ഇന്നവരിവിടെ പ്രത്യേകമായിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അവരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ ലോഗോ അവർ ഒന്നാകുന്നു എന്ന പദ്ധതിയിലെ ലോഗോ ഡിസൈൻ ചെയ്ത സ്റ്റെഫിൻ ജോസഫ് ഇവിടെ വന്നിട്ടുണ്ടോ? സ്റ്റെഫിൻ ജോസഫ്, അതുപോലെ തന്നെ അതിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് തന്നത് നമ്മുടെ മനോരമയിലെ ഡിസൈനർ ആയിരിക്കുന്ന ശ്രീ ബാലഗോപാലൻ നായരാണ്. ഇവരെയും സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനേകം ഈ പ്രസ്ഥാനത്തിന്റെ പിന്തുണയ്ക്കായിട്ട് പ്രാർത്ഥനയോടെ ഇതിൽ സഹകരിക്കുന്നുണ്ട്. എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം എത്തിയിരിക്കുന്ന മാതാപിതാക്കളെയും സർവോപരി ഈ അവാർഡിന് അർഹരായിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളുമായ പ്രതിഭാശാലികളായ കുഞ്ഞുങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വൈദിക സെമിനാരിയിൽ നിന്ന് ഒരു പറ്റം വിദ്യാർത്ഥികൾ
ഇവിടെ ഈ യോഗത്തിൽ നമുക്ക് ഗാനങ്ങൾ ആലപിക്കുവാൻ എപ്പോഴും വന്നിരിക്കുന്നു. അവരെയും ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.